പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ യാത്ര 28ാമത് ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. രക്ഷകനായ യേശുക്രിസ്തുവിലേക്ക് മുഴുഹൃദയത്തോടെ ഏകാഗ്രമായി നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും ചേർത്ത് വയ്ക്കുകയാണ്. പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന്, ഭയത്തിൽ നിന്ന് മോചിതരായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. അവിടുത്തെ സന്നിധിയിലേക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന കുറ്റബോധത്തിൽ നിന്നും, എല്ലാ ഭയത്തിൽ നിന്നും മോചിതരായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം തേടിക്കൊണ്ട് ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കാം. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളിൽ ഒന്നാമത്തെ ദിവ്യരഹസ്യം ഈ ശുശ്രൂഷയുടെ ഭാഗമായി നാം ഇവിടെ ചൊല്ലും. തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ വ്യക്തിപരമായും കുടുംബമായും ചൊല്ലണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയുമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധയമ്മേ എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ.
പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങൾ. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാപ്പാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു: എന്തധികാരത്താലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു: ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ്. ഏത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട്ടുപണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശുക്രിസ്തു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പത്രോസും യോഹന്നാനും കുറ്റവിചാരണയ്ക്ക് വിധേയമായി തീരുന്നത് അവർ തിന്മ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടല്ല, രോഗിക്ക് സൗഖ്യം നൽകി എന്നുള്ളത് കൊണ്ടാണ്. അതിന് പത്രോസ് നൽകുന്ന മറുപടി നാം എല്ലാം തീർച്ചയായും ധ്യാന വിഷയമാക്കേണ്ട ഒന്നാണ്. നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുന്നു എന്ന്. ആ കല്ലാണ് യേശുക്രിസ്തു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കർത്താവ് ഏക രക്ഷകൻ. ഈ ലോകം മറ്റു രക്ഷകന്മാരെ തേടിപ്പോവുകയാണ്. ഓരോ രക്ഷകന്മാരെ തേടിപ്പോവുകയാണ്. പലതും നമ്മെ രക്ഷിക്കുമെന്ന് വിചാരിച്ചു. രക്ഷയുടെ മാർഗങ്ങൾ, സൗഖ്യത്തിലുള്ള മാർഗങ്ങൾ, മരുന്നും ചികിത്സാവിധികളും മതിയെന്ന് വിചാരിച്ചു.
ഏത് പകർച്ചവ്യാധിയെയും അതിജീവിക്കാൻ തക്ക വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചു. ഏതറിവും നേടാൻ തക്കവണ്ണം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കപ്പെട്ടു എന്ന് നാം തെറ്റിദ്ധരിച്ചു. ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ട് ദൈവം മനുഷ്യന്റെ ഭോഷത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കൊറോണ വൈറസ് എന്ന ആ ഒരു അണുവിന്റെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ ദൃഷ്ടിയിൽപ്പെടാത്ത ഒരു അണുവിന്റെ ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത സാങ്കേതിക വിദ്യയും ശാസ്ത്രവും. മനുഷ്യൻ ഭയചകിതനാണ്. എന്താണ് മാർഗം? ഏകരക്ഷകനിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ് കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിലും നാം ഉൾക്കൊള്ളേണ്ട ആ ഒരു സന്ദേശം. പലപ്പോഴും നാം തെറ്റിദ്ധരിക്കുന്നു. ഒരുപക്ഷെ ഭരണകർത്താക്കളുടെ കഴിവുകൊണ്ടാണ് എന്ന് നാം വിചാരിക്കൂ. ഒരു സമയത്ത് വിചാരിച്ചു. ചികിത്സാ വിധികൾ കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് വിചാരിച്ചു. ആശുപത്രി കിടക്കകൾ വർദ്ധിപ്പിച്ചാൽ നാം സുരക്ഷിതരാണ് എന്ന് തെറ്റിദ്ധരിച്ചു. സാമ്പത്തികമായ ഭദ്രത നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ നിർണായകമാണ് എന്ന് നാം വിചാരിച്ചു. ഈ ഒരു ഘട്ടത്തിലെങ്കിലും പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം, നാം കർത്താവായ യേശു ക്രിസ്തുവിലേക്ക്, ഏകരക്ഷകനിലേക്ക് നാം മടങ്ങി വരണം. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഈ ലോകത്തിൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനം ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പലപ്പോഴും നാം ഭയചകിതരാണ്. നമുക്ക് മരണത്തെ ഭയം, രോഗത്തെ ഭയം, ഇരുട്ടിനെ ഭയം, ശാപത്തെ ഭയം, ഇങ്ങനെ വ്യത്യസ്തമായി നമ്മെ ഭയപ്പെടുത്തുന്ന നിരവധി കാരണങ്ങളുണ്ട്. എന്നാൽ യേശു നൽകുന്നത് സമാധാനമാണ്. ആ മാർഗം സ്വീകരിച്ചാലേ നമുക്ക് വിടുതൽ ലഭിക്കുകയുള്ളൂ, രക്ഷ ലഭിക്കുകയുള്ളൂ. പാപത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗം യേശു ക്രിസ്തു തുറന്നു നൽകിയിട്ടുണ്ട്. വിശുദ്ധ പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2:24, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടുന്നതിനാണ്. പാപത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു ഡെഡ് ബോഡി, പണത്തോട് വലിയ ആർത്തിയുള്ള ഒരു മനുഷ്യനാണ് മരിച്ചു കിടക്കുന്നത്. ഇന്ന് ആ മനുഷ്യന്റെ ശവശരീരത്തിനടുത്ത് 1 കോടി രൂപ വെച്ചു കൊടുത്താൽ എന്ത് പ്രയോജനം? കാരണം എന്താണ്? അവൻ മരിച്ചവനാണ്. അതുകൊണ്ട് അവന്, ഈ ജഡത്തിൽ മരിച്ചു കഴിയുന്നവന് ജഡീക താല്പര്യങ്ങളൊന്നും പിന്നീട് പുലർത്തുക സാധ്യമല്ല. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോ 100 കിലോ സ്വർണം കൊണ്ട് വെച്ചു, സ്വർണത്തോട് വലിയ താല്പര്യമുള്ള ആളാണ്. ഈ ഡെഡ് ബോഡിയുടെ അടുത്ത് കൊണ്ട് സ്വർണം വെച്ചാൽ എന്താണ്? അത് അവിടെ തന്നെ. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടത്. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ പാപത്തിന് മരിച്ചവൻ എന്നാണ് വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ പാപത്തിന് മരിച്ചവനാണ്. അപ്പോൾ പാപം നമ്മിൽ പ്രവേശിക്കുകയില്ല. റോമാക്കാർക്ക് ലേഖനം 6:5-7 വരെയുള്ള വചനങ്ങൾ. നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്കവണ്ണം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടി
ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചിതരായിരിക്കുന്നു. പാപത്തിൽ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചിതരായിരിക്കുന്നു. റോമാക്കാർക്ക് ലേഖനം 6:20-23, നിങ്ങൾ പാപത്തിന് അടിമയായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിന്റെ വേതനം മരണമാണ്. ദൈവത്തിന്റെ ദാനമാകട്ടെ യേശു ക്രിസ്തുവിലുള്ള നിത്യജീവൻ. അപ്പോൾ ഇവിടെ പാപത്തെ നാം ഭയപ്പെടേണ്ടതില്ല. രക്ഷകനായ യേശു ക്രിസ്തു പാപം ഏറ്റെടുത്തു, പാപത്തെ കൊന്നു തന്റെ മരണത്തിലൂടെ. നിത്യജീവൻ അവിടെ നൽകിയിരിക്കുന്നു. നാം വിചാരിക്കുക, ഒരടിമ, നാം അടിമകൾ, ഒരടിമയെ വില കൊടുത്തു വാങ്ങി. നിരന്തര പീഡനങ്ങൾക്ക്, സാത്താന്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യൻ അനുഭവിച്ചിരുന്ന നിരന്തര പീഡനങ്ങൾ, ആ പീഡനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ വില കൊടുത്ത് ഒരു വ്യക്തി വാങ്ങി. വലിയ വിലയാണ് കൊടുത്തത്. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി, തുടർന്നുള്ള അവന്റെ ജീവിതത്തിന് ആവശ്യമാകുന്ന എല്ലാ സമ്പത്തും നൽകി അയക്കുമ്പോൾ അവൻ സ്വതന്ത്രനാകും. വീണ്ടും നാം അടിമയാണ് എന്ന് പറയരുത്. പാപത്തിൽ നിന്ന് കർത്താവ് വില നൽകി, വലിയ വില നൽകി. മോഷ്ടിച്ചു കൊണ്ടുപോരുകയായിരുന്നില്ല നമ്മെ ഓരോരുത്തരെയും. സാത്താൻ അടിമപ്പെട്ടു പോയ നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുക്കാൻ കർത്താവ് വലിയ വില നൽകി. ആ വില സ്വീകരിച്ചുകൊണ്ട് നാം മോചിതരായിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലമായി നാം മോചിതരായിരിക്കുകയാണ്. നാം സ്വാതന്ത്ര്യത്തിലാണ് എങ്കിൽ നാം ഭയപ്പെടേണ്ടതില്ല. രണ്ടാമതായി, യേശുക്രിസ്തു നമ്മെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊടുത്ത പിറവിയിൽ തന്നെ പറയുന്നതാണ്, ഇരുളിലും മരണത്തിന്റെ നിഴലിലുമായിരിക്കുന്നവർക്ക് പ്രകാശമരുളാൻ ഉയരത്തിൽ നിന്ന് വരുന്ന ഉദയരശ്മിയായി സ്നാപകന്റെ പിതാവായ സക്കറിയായി ഈശോയെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? യേശയ്യാ 42:7, അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ഞാൻ നിന്നെ ജനതകൾക്ക് പ്രകാശമായി നൽകിയിരിക്കുന്നു. സങ്കീർത്തനം 107:14, അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. പാപത്തിന്റെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. യേശുക്രിസ്തു തന്നെ യോഹന്നാന്റെ സുവിശേഷം 8:12 ഇങ്ങനെ നാം വായിക്കുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. മൂന്നാമതായി യേശുക്രിസ്തു നമുക്ക് നൽകിയത് രോഗത്തിൽ നിന്നുമുള്ള വിടുതലാണ്. രോഗശാന്തി ഈശോയുടെ വലിയൊരു ദൗത്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് ശാരീരികമായ രോഗം മാത്രമല്ല, ശാരീരികമായ രോഗവും സൗഖ്യം പ്രാപിക്കുന്നതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ആത്മാവിന്റെ രോഗമുണ്ട്, മനസ്സിന്റെ രോഗമുണ്ട്, ശരീരത്തിന്റെ രോഗമുണ്ട്. രോഗശാന്തി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. രോഗത്തെ ഭയപ്പെടേണ്ടതില്ല. ഇനിയും ഒരു പക്ഷേ ഈ ശാരീരികമായ രോഗത്തിന് സൗഖ്യം ലഭിച്ചില്ലെങ്കിൽ അവയെ രക്ഷണീയമാക്കി രൂപാന്തരപ്പെടുത്താനും കൃപയായി രൂപാന്തരപ്പെടുത്താനും യേശുക്രിസ്തുവിന്റെ സഹനത്തോടും തിരുമുറിവുകളോടും ചേർത്ത് വെച്ച് ദൈവരാജ്യ ശുശ്രൂഷയുടെ ഭാഗമാക്കി തീർക്കാനും സമർപ്പിക്കാനും അത് സാധിക്കുമെന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. യേശയ്യാ 53:5, നമ്മുടെ അകൃത്യങ്ങൾ വഴി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവിടുന്ന് സങ്കീർത്തനം 107:20, അവിടുന്ന് തന്റെ വചനമയച്ച് നമ്മെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ലൂക്കോസ് 4:18 മുതലുള്ള വചനങ്ങളിൽ ബന്ധിതർക്ക് മോചനവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു, അയക്കപ്പെട്ടിരിക്കുന്നു. മത്തായി 8
16 മുതലുള്ള വചനങ്ങൾ. അനേകം പിശാചി ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി എന്ന് വിശുദ്ധ മത്തായി എഴുതി വച്ചിരിക്കുകയാണ്. നാലാമതായി യേശു മരണത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. മരണത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. എബ്രായക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 14-15 വചനങ്ങൾ. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കാകുന്നത് പോലെ അവനും അവയിൽ ഭാഗവാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തന്നെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. അതായത് ഈശോ മർത്യനായി അവതരിച്ചത് മരണത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മർത്യതയെക്കുറിച്ചുള്ള മനുഷ്യന്റെ ഭയത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനാണ്. നമുക്കിനി മരണമില്ല. ഈ മരണഭയത്തിന് അടിസ്ഥാനം അത് പല കാരണങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 ഈശോ പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് മാർഗം. സാത്താൻ നമ്മെ ഭയപ്പെടുത്തുന്നു. മരണഭയത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ഒന്നാമതായി നിത്യതയെക്കുറിച്ചുള്ള ഒരു ഉറപ്പില്ലായ്മയാണ്, ബോധ്യമില്ലായ്മയാണ്. രണ്ടാമതായി ലോകത്തോടും ലോക വസ്തുക്കളോടുമുള്ള വലിയൊരു ആസക്തിയാണ്. മൂന്നാമതായി അനുദപിച്ച് പാപമോചനം പ്രാപിക്കാത്ത പാപങ്ങളെ കുറിച്ചുള്ള കുറ്റബോധവും അത് നൽകുന്ന ഭയവുമാണ്. മരണത്തിൽ നിന്ന് രക്ഷയെപ്പറ്റി വിശുദ്ധ പൗലോസ് 2 തീമോത്തി 1:10 എഴുതുന്നു, അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തന്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തു. 1 കൊരിന്ത്യർ 15:51 മുതലുള്ള വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നതായി നാം വായിക്കുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 8:51, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം കൂടുതൽ ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിശ്വാസത്തിലേക്ക് നാം കടന്നു വരണം. മരണത്തെ നാം ഭയപ്പെടരുത്. നാം നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന്. നിത്യതയിൽ എത്താനുള്ള ദൂരം വളരെ ഹ്രസ്വമാണ്. നമ്മുടെ ജീവിതായുസ് ഹ്രസ്വമായിരിക്കുന്നത് ഒരർത്ഥത്തിൽ വലിയ ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ ഈ പോരാട്ടത്തിൽ, ഈ ജഡത്തിന്റെ ഈ ബലഹീനതയിൽ, ഈ ലോകത്തോട്, പിശാചിനോട് പോരാടി എത്ര നാൾ നാം കഴിയേണ്ടി വരുമായിരുന്നു. അഞ്ചാമതായി നമ്മെ പരീക്ഷയിൽ നിന്നും നമ്മെ രക്ഷിക്കും. പരീക്ഷയിൽ നിന്ന് മോചനം നേടാനുള്ള വഴികൾ അവിടുന്ന് തുറന്നു തരുന്നു. ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവിടുത്തേക്ക് പ്രത്യേകം സാധിക്കും. അത് നമുക്കൊരു പാഠമാണ്. യേശു പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളത്. യേശു പരീക്ഷണങ്ങളെ എങ്ങനെ അതിജീവിച്ചു? ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ, വചനത്തെ വാളായി ഉപയോഗിച്ചുകൊണ്ട് സാത്താനെതിരെ ആ 3 പ്രലോഭനങ്ങളിലും യേശു ഉപയോഗിക്കുന്നത് വചനമാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വചനം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. അതിനുശേഷമുള്ള 2 പ്രലോഭനങ്ങളിലും ആവർത്തന പുസ്തകം 6-ാം അധ്യായം 13, 14 വചനവും 16-ാമത്തെ വചനവുമാണ് ഉപയോഗിക്കുന്നത്. വചനത്തെ പടവാളാക്കി മാറ്റിക്കൊണ്ടാണ് സാത്താനെ അകറ്റി നിർത്തിയത്. സാത്താൻ നമ്മെ വിട്ടുപോയി കഴിയുമ്പോൾ എന്താണ് യേശുക്രിസ്തുവിനുണ്ടായ അനുഭവം?
അവിടെ ഓരോ പ്രലോഭനവും ഓരോ പരീക്ഷയും നാം അതിജീവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ദൈവദൂതന്മാർ വന്ന് ശുശ്രൂഷിച്ചു. ദൈവദൂതന്മാർ വന്ന് ശുശ്രൂഷിച്ചു. അപ്പോൾ ഓരോ പ്രലോഭനവും നമുക്ക് നന്മയാണ്. കാരണം സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യനെ പാപത്തിലാട്ട് നശിപ്പിക്കാൻ സാത്താൻ ഒരുക്കുന്ന കെണികൾ, വ്യത്യസ്തമായ കെണികളുണ്ട്. ആ കെണികളിൽ നിന്ന് നാം മോചിതരാകണം. ഒന്നാമതായി പ്രലോഭനങ്ങളുണ്ട്. അത് മനുഷ്യ സഹജമാണ്. അതിൽ വീഴുന്നവൻ പാപം ചെയ്യും. രണ്ടാമതായി സാത്താൻ നമ്മെ അടിച്ചമർത്തുന്നു. ഓരോ വ്യക്തിയിലുമുള്ള പലതരത്തിലുള്ള ബലഹീനതകൾ, ഓരോരുത്തർക്കും ഓരോ ബലഹീനതയുണ്ട്. ആ ബലഹീനതകളിലൂടെ സാത്താൻ കയറി വന്ന് നമ്മെ വീഴ്ത്താൻ ശ്രമിക്കും. അതുകൊണ്ട് ആ ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് അവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം, ആ ബലഹീനതകൾക്ക് പരിഹാരം ചെയ്യാൻ. മൂന്നാമതായി സാത്താന്റെ സമ്പൂർണ്ണ ആധിപത്യം നമ്മിലേക്ക് ഉറപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തഴക്കദോഷങ്ങളിലൂടെയും മറ്റും കടന്നു വന്ന് നമ്മെ വീഴ്ത്താൻ ശ്രമിക്കും. അതുപോലെ മറ്റുള്ള വ്യക്തികളെ ഉപകരണങ്ങളാക്കിക്കൊണ്ട്, മറ്റു വ്യക്തികളിലൂടെ തിന്മയ്ക്ക് പ്രലോഭിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ട് മറ്റുള്ളവരിലൂടെ നമ്മൾ നിരാശപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ തകർത്തു കളയുന്ന ഇടപെടലുകളിലൂടെ സാത്താൻ കെണികൾ ഒരുക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ ഉപകരണമാക്കി കടുത്ത നിരാശയിലേക്കും നമ്മളുടെ ആ ഒരു ആത്മഹത്യ പോലെയുള്ള സർവനാശത്തിലേക്കും നമ്മെ നയിക്കാനും ഇടയുണ്ട് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കും. ആറാമതായി ശാപത്തിൽ നിന്ന് യേശു നമ്മെ മോചിപ്പിക്കും. ശാപത്തിൽ നിന്ന് യേശു നമ്മെ മോചിപ്പിക്കും. യേശു എന്ന നാമം തന്നെ മോചിപ്പിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ. നിയമാവർത്തനം 28:15 വചനം, നീ നിന്റെ കർത്താവിന്റെ സ്വരം ശ്രവിച്ച് ഞാൻ നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപമൊക്കെയും നിന്റെ മേൽ പതിക്കും. പ്രിയപ്പെട്ടവരെ, ആവർത്തന പുസ്തകം 28-15 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കണം. നീ നിന്റെ ശാപങ്ങളെല്ലാം നിന്റെ മേൽ പതിക്കുന്നത് അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കാത്തതുകൊണ്ടാണ്. നീ നഗരത്തിനും വയലിലും ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും. അപ്പോൾ ഇങ്ങനെ, അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 27-14 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ 12 ശാപങ്ങളെ പറ്റിയാണ്, 12 തരത്തിലുള്ള ശാപങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതും വീട്ടിലിരുന്ന് തീർച്ചയായും നാം വായിക്കണം, ധ്യാനാത്മകമായി ഈ ദിവസത്തിൽ വായിക്കണം. വിശുദ്ധ പൗലോസ് ക്രിസ്തുവിലൂടെ നമുക്ക് ശാപമോക്ഷം ലഭിക്കുന്നുവെന്ന്, ശാപമോചനം ലഭിക്കുന്നുവെന്ന് ഗലാത്യക്കാരുടെ ലേഖനം 3-10 മുതലുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അതുവഴി ജീവിക്കും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഗലാത്യക്കാർക്ക് ലേഖനം 3:10 മുതലുള്ള വചനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഏക രക്ഷകനാണ് നമുക്ക് ഏറ്റു പറയാം. മറ്റു രക്ഷകന്മാരെ എല്ലാം നാം ഉപേക്ഷിക്കണം. ഈ ലോകത്ത് രക്ഷകന്മാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിലൂടെ ഒന്നാമത്തെ കൽപ്പനയാണ് നാം ലംഘിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ശാപത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, പിശാചിൽ നിന്നും, മരണത്തിൽ നിന്നും, എല്ലാ നിരാശയിൽ നിന്നും സമ്പൂർണമായ മോചനം നൽകുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ മോചിതരായി തീരാൻ, സമ്പൂർണമായി വിടുതൽ നേടിയവരായി, അനുഗ്രഹീതരായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭയത്തിൽ നിന്നും നമുക്ക് മോചനം നേടാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഏകരക്ഷകനിലേക്ക് അടുത്തു വരാൻ, ഈ ഏകരക്ഷകന്റെ രക്ഷണീയ കർമ്മങ്ങൾ കൂടുതൽ അനുഭവിച്ചറിയാൻ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ട് നമ്മെ സഹായിക്കും. അതിന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു.
എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യഥാർത്ഥ മരിയഭക്തി ഖണ്ഡിക 84-85. മറിയം വഴി തന്നെ വേണം യേശുവിനെ സമീപിക്കാൻ. ക്രിസ്തുനാഥനാണ് പരിത്രാണ കർമ്മത്തിൽ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നമ്മൾ അഭിഭാഷകനും മധ്യസ്ഥനും. സമരസഭയോടും വിജയസഭയോടും ചേർന്ന് ക്രിസ്തു വഴിയാണ് നാം പ്രാർത്ഥിക്കേണ്ടതും ദൈവസിംഹാസനത്തെ സമീപിക്കേണ്ടതും. ഇസ്ഹാക്കിൻ്റെ പക്കൽ ആശീർവാദം സ്വീകരിക്കുവാൻ കുഞ്ഞാടിൻ്റെ തോൽ ധരിച്ച് യാക്കോബ് ചെന്നതുപോലെ ദൈവപിതാവിൻ്റെ പക്കൽ അവിടുത്തെ പുത്രൻ്റെ യോഗ്യതകൾ ധരിച്ചും അവയുടെ സഹായത്തിൽ ആശ്രയിച്ചും വേണം നാം ചെല്ലുവാൻ. എന്നാൽ ഈ മധ്യസ്ഥൻ്റെ പക്കൽ മറ്റൊരു മധ്യസ്ഥനെ നമുക്ക് ആവശ്യമില്ലേ? അവിടത്തോട് നേരിട്ട് ഐക്യപ്പെടുവാൻ മാത്രം നിർമ്മലരാണോ നാം? അവിടുന്ന് പിതാവിനു സമനായ ദൈവമല്ലേ? പിതാവിനെ പോലെ ബഹുമാനാർഹനല്ലേ? ദൈവകോപം ശമിപ്പിക്കുവാനും നമ്മുടെ കടം വീട്ടുവാനും വേണ്ടി നമ്മുടെ മധ്യസ്ഥനും ജാമ്യക്കാരനും ആകുന്നതിനും തൻ്റെ അനന്തസ്നേഹം അവിടുത്തെ പ്രചോദിപ്പിച്ചു. പക്ഷേ ആ കാരണത്താൽ നാം അവിടുത്തെ മഹത്വത്തിൻ്റെയും വിശുദ്ധിയുടെയും മുൻപിൽ ആദരവും ദൈവഭയമില്ലാത്തവരുമായി പെരുമാറുകയെന്നോ? ആകയാൽ നമുക്കും വിശുദ്ധ ബെർണാർദിനോട് കൂടി പറയാം, നമ്മുടെ മധ്യസ്ഥൻ്റെ പക്കൽ നമുക്ക് വേറൊരു മധ്യസ്ഥൻ ആവശ്യമാണെന്ന്. ഈ ദൗത്യത്തിന് അർഹയായി മറിയം മാത്രമേ ഉള്ളൂ. അവൾ വഴിയാണ് ക്രിസ്തു നമ്മുടെ പക്കൽ വന്നത്. അവൾ വഴി തന്നെ വേണം നാം അവിടുത്തെ സമീപിക്കുവാനും. ദൈവമായ ക്രിസ്തുവിനെ നേരിട്ട് സമീപിക്കുവാൻ നാം ഭയപ്പെടുന്നെങ്കിൽ അവിടുത്തെ അനന്തമഹത്വമോ നമ്മുടെ ഹീനാവസ്ഥയോ പാപമോ എന്തുമായിക്കൊള്ളട്ടെ നമ്മെ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ മാതാവായ മറിയത്തെ സമീപിച്ച് അവളുടെ മാധ്യസ്ഥവും സഹായവും നമുക്ക് അപേക്ഷിക്കാം. അവൾ നല്ലവളാണ്, കരുണാർദ്ധയാണ്. കർക്കശമോ വിലക്കുകളോ അനന്തമായ ഔന്നിത്യമോ പ്രതാപമോ അവളിലില്ല. നമ്മുടേതുപോലുള്ള മനുഷ്യപ്രകൃതിയാണ് അവളിൽ നാം കാണുന്നത്. നമുക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടെ അവളുടെ പക്കൽ അണയാം. ബലഹീനരായ നമ്മെ തൻ്റെ ഉജ്ജ്വല പ്രകാശത്താൽ അന്ധകാരമാക്കുന്ന സൂര്യനല്ല അവൾ. ചന്ദ്രനെ പോലെ മഞ്ജുളയും മൃദുലയുമാണവൾ. മധ്യാഹ്ന സൂര്യൻ്റെ ഉഗ്രപ്രകാശത്തെ സ്വീകരിച്ച് അതിനെ നമ്മുടെ പരിമിതമായ ശക്തിക്ക് അനുരൂപമാക്കി നൽകുക, അതാണ് മറിയം ചെയ്യുന്നത്. തന്നിൽ ആശ്രയിക്കുന്ന ആരെയും അവർ മഹാപാവികൾ തന്നെ ആയിരുന്നാലും സ്നേഹനിർഭരയായ ആ മാതാവ് തിരസ്കരിക്കുകയില്ല. ലോകമായ കാലം മുതലേ പരിശുദ്ധ കന്യകയോട് ഉത്തമ വിശ്വാസത്തോടെ നിരന്തരം സഹായം യാചിച്ചിട്ടുള്ള ആരെയും അവൾ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നു വിശുദ്ധർ പറയുന്നത് തികച്ചും വാസ്തവമത്രേ. അവളുടെ യാചനകൾ ഒന്നും ദൈവം നിരസിക്കുന്നില്ല. കാരണം അവൾക്ക് അവിടുത്തെ പക്കലുള്ള സ്വാധീനശക്തി അത്ര വലുതാണ്. മറിയം അപേക്ഷയുമായി തൻ്റെ ദിവ്യസുതന്റെ സന്നിധിയിൽ പ്രവേശിച്ചാൽ മാത്രം മതി അവിടുന്ന് അവളുടെ അഭ്യർത്ഥന സാധിച്ചു കൊടുക്കുവാൻ. തന്നെ ഉദരത്തിൽ വഹിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്ത പ്രിയ മാതാവിൻ്റെ പ്രാർത്ഥന അവിടുത്തെ സ്നേഹപൂർവം കീഴ്പ്പെടുത്തുന്നു. യുഗങ്ങളുടെ പ്രതീക്ഷയും പ്രവചനങ്ങളുടെ നിവൃത്തിയും സകല ഹൃദയങ്ങളുടെയും അഭിലാഷപൂർത്തിയുമായ യേശുനാഥ, നിനക്കു വേണ്ടിയുള്ള ദാഹം എന്നിൽ വർദ്ധിപ്പിക്കണമേ. തിരുവചനത്തിലും സഭയുടെ പ്രബോധനങ്ങളിലും നിന്നെ ഞാൻ അന്വേഷിക്കട്ടെ. യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന വിശുദ്ധ പൗലോസിന്റെ മനോഭാവം എനിക്ക് നൽകണമേ. കർത്താവെ, അങ്ങുമായുള്ള എൻ്റെ ഉടമ്പടി പുതുക്കാൻ ഞാൻ ഒരിക്കൽ കൂടി അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു.
എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. കർത്താവെ, ഒരിക്കൽ കൂടി എന്നെ രക്ഷിക്കണമേ. അവിടുത്തെ രക്ഷാകരമായ ആശ്ലേഷത്തിലേക്ക് ഒരിക്കൽ കൂടി എന്നെ സ്വീകരിക്കണമേ. യേശുവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും എന്നെ ഗ്രഹിപ്പിക്കണമേ. ആമേൻ. എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും വിമോചിതരായി തീരട്ടെ. പാപത്തെ പറ്റിയുള്ള ഭയത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തെ വേട്ടയാടുന്ന എല്ലാ സ്വസ്ഥതകളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും മോചിതരായി തീരട്ടെ. ഏകരക്ഷകനായ യേശുക്രിസ്തുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ കരുണ പ്രാപിക്കാൻ തക്കവണ്ണം നിങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.